KSU മീഡിയ സെൽ കൺവീനർ തൗഫീഖ് രാജൻ അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഇതുമായി സംബന്ധിച്ച് പ്രതികരിക്കുവാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ തൗഫീഖ് രാജൻ, ഒരുപക്ഷെ സുപ്രീം കോടതിയും സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകളെ തള്ളി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഹർജിയുമായി പോയപ്പോൾ. എങ്ങനെയാണ് അങ്ങ് ഇതിനോട് പ്രതികരിക്കുന്നത്? അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ കീമിൽ ഈ വർഷം ഇടപെടാനില്ലെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രവേശന നടപടികൾ അടക്കം തുടരാം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിലപാട്. അപ്പീൽ 4 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി ബഹുമാനപ്പെട്ട കോടതി മാറ്റുകയും ചെയ്തു. ഇവിടെ ഷെയ്ഖ് ന്യൂസ് അടക്കം വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്ന് ആമുഖമായി തന്നെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ കീമിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥികളുടെ ഭാവിയുടെ കാര്യത്തിൽ ആര് ഉത്തരവാദിത്തം പറയും എന്ന് വളരെ പ്രസക്തമായ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സംസ്ഥാന സർക്കാർ തീർത്തും ലാഘവത്തോടുകൂടി ഈ വിഷയത്തെ കണ്ടതിന്റെ പരിണിത ഫലമാണ് വലിയ തിരിച്ചടികൾ നേരിട്ടതും വിദ്യാർത്ഥികൾക്ക് അതിന്റെ പാപഭാരം അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായതും. ഇവിടെ ചെസ് കളി പൂർത്തിയായ ശേഷം ചെസ് കളിയുടെ നിയമം തീരുമാനിക്കുന്നത് പോലെയാണ് കീമിന്റെ പ്രവേശന പരീക്ഷ പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് കേവലം 1 മണിക്കൂർ മുമ്പ് മാത്രം അതിന്റെ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താൻ സർക്കാർ തീരുമാനിച്ചത്. തീർത്തും എന്തടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളത് വളരെ ദൂരവ്യാപകമായ ചോദ്യങ്ങൾക്കും പ്രത്യാഘാതങ്ങൾക്കും ഒക്കെ ഇടവരുത്താവുന്ന ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ഇത്ര കെയർലെസ് ആയി ഇടപെട്ടു എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമായി ബാക്കി നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ തന്നെ പറയുമ്പോൾ 2011 സ്കീം അനുസരിച്ചാണ് നിലവിലത്തെ പ്രോസ്പെക്ടസ്, നിലവിലത്തെ പ്രവേശന പരീക്ഷാ നടപടികൾ അടക്കം മുന്നോട്ട് പോയത്. 2011 സ്കീം അനുസരിച്ചായിരുന്നെങ്കിൽ 1:1:1 അതാണ് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങൾക്ക് 1:1:1 എന്നുള്ള അനുപാതത്തിലാണ് ഈ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ അനുപാതം മാർക്ക് ലിസ്റ്റ് കണക്കാക്കിയിരുന്നത്. എങ്കിൽ ജൂലൈ 1 ഭേദഗതിയിലൂടെ ഈ ജൂലൈ 1 സർക്കാർ പുതുതായി കൊണ്ടുവന്ന ഭേദഗതിയിലൂടെ അത് 5:3:2 ആക്കി മാറ്റി. ഈ 5:3:2 എന്നുള്ള ഭേദഗതി എവിടെ നിന്ന് സർക്കാരിന് അതിന്റെ ഒരു ഫോർമുല എവിടെ നിന്ന് സർക്കാരിന് കിട്ടി എന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് പോലും ഇതുവരെ വ്യക്തമാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഇവിടെ സർക്കാർ പറഞ്ഞു ഞങ്ങൾ തമിഴ്നാട് മോഡൽ ഇംപ്ലിമെന്റ് ചെയ്തതാണ്. തമിഴ്നാട് മോഡൽ ഇംപ്ലിമെന്റ് ചെയ്തതാണെങ്കിൽ തമിഴ്നാട്ടിൽ സർക്കാർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തമിഴ്നാട്ടിൽ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ തുടർ പ്രവേശന നടപടികൾ അടക്കം സ്വീകരിക്കുന്നത്. എഞ്ചിനീയറിംഗ് അടക്കമുള്ള വിഷയങ്ങളിൽ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശന നടപടികൾ സ്വീകരിക്കുന്നതെങ്കിൽ ഇവിടെ 50% +2 മാർക്കും ബാക്കി എൻട്രൻസ് ഇതുപോലെ ടീമിന്റെ പ്രവേശന പരീക്ഷയുടെ മാർക്കും കൂടി പരിഗണിച്ചാണ് പ്രവേശനം നൽകുന്നത്. അപ്പൊ തമിഴ്നാട് മോഡലാണ് ഇംപ്ലിമെന്റ് ചെയ്തത് എന്നത് തന്നെ എന്ത് വിരോധാഭാസമാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ട ഒരു സാഹചര്യം വരും. അപ്പോ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 2011 സ്കീം അനുസരിച്ച് 1:1:1 ആയിരുന്നെങ്കിൽ ഈ ജൂലൈയിൽ കൊണ്ടുവന്ന, അതായത് കീമിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് കേവലം 1 മണിക്കൂർ മാത്രം കൊണ്ടുവന്ന ഈ ഭേദഗതിയിലൂടെ ഈ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങൾക്ക് 5:3:2 ആക്കിയെങ്കിൽ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് സർക്കാർ വ്യക്തമാക്കാൻ തയ്യാറാണ്. പക്ഷെ സർക്കാർ അതിനെ പറ്റി ഒരു വ്യക്തത ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം. ഇവിടെ നിർണായക പ്രാധാന്യമുള്ള ഒരു പ്രവേശന പരീക്ഷ, ആ നിർണായക പ്രാധാന്യമുള്ള ഒരു പ്രവേശന പരീക്ഷയെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി കാണാതിരുന്ന സർക്കാരാണ് ഇതിന്റെ ഒക്കെ ഉത്തരവാദി എന്ന് നിസ്സംശയം പറയാം. ഇതിൽ തികഞ്ഞ ദുരൂഹത ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. വിദ്യാർത്ഥികളോട് വലിയ ക്രൂരതയാണ് ഈ സർക്കാർ ചെയ്തു വെക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞാൻ മുൻപ് പറഞ്ഞു 2011 സ്കീം അനുസരിച്ചാണ് ഇത്ര നാളും പിന്തുടർന്ന ഒരു സ്കീമാണ്, ഒരു ഫോർമുലയാണ്, മാർക്ക് ഏകീകരണ മാർക്കിന്റെ അനുപാതം കണക്കാക്കുന്ന ഒരു ഫോർമുലയാണ് 1:1:1. അത് 2011 സ്കീം അനുസരിച്ചാണ്. ശരി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സിലബസിലുള്ള വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. എല്ലാ തരത്തിലുള്ള വിദ്യാർത്ഥികളെയും ക്രോഡീകരിച്ചുകൊണ്ട് അവർക്കെല്ലാം തുല്യ പ്രാധാന്യം കിട്ടിക്കൊണ്ടുള്ള ഒരു ഫോർമുല അനിവാര്യം തന്നെയാണ്. ആ ഘട്ടത്തിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ സർക്കാരിന് ബോധോദയം ഉണ്ടായത് ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് കേവലം 1 മണിക്കൂർ മുമ്പ് മാത്രമാണോ എന്നുള്ളതാണ്. ഇവിടെ കൃത്യമായി 1 വർഷക്കാലം ഉണ്ടായിരുന്നു. ആ 1 വർഷക്കാലം ഈ സർക്കാർ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളത് ഏറ്റവും ഒരു പ്രസക്തമായ ചോദ്യമായി മാറുകയല്ലേ. ഇവിടെ ഇതിൽ മാറ്റം വരുത്തണം എന്ന് സർക്കാരിന് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ സമയബന്ധിതമായി എന്തുകൊണ്ട് ഈ നടപടി പൂർത്തിയാക്കിയില്ല എന്നുള്ളത് ഏറ്റവും ഗൗരവകരമായ ഒരു പ്രശ്നമല്ലേ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കം സിംഗിൾ ബെഞ്ച് ആകട്ടെ, ഡിവിഷൻ ബെഞ്ച് ആകട്ടെ ചോദിച്ച ചോദ്യവും ഇത് തന്നെയാണ്. എന്തുകൊണ്ട് സമയബന്ധിതമായി സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ്
ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമായി ബാക്കി നിൽക്കുന്നത്. ഈ ഇത്തരം വ്യത്യാസങ്ങൾ വരുത്തുമ്പോൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചു, ഒരു വർഷം മുൻപെങ്കിലും പഠനം നടത്തി ഈ വിഷയത്തിൽ ഭേദഗതി വരുത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്ര തിരിച്ചടി ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നടക്കം ഉണ്ടാകുമായിരുന്നില്ല. സർക്കാരിന് ഇക്കാര്യത്തിൽ ലാഘവത്തോടുകൂടി 2011 കോടതിയിൽ നിന്ന് ഇത്തരത്തിൽ വലിയ വിമർശനം ഉണ്ടായപ്പോ 2011 സ്കീം അനുസരിച്ച് ഇംപ്ലിമെന്റ് ചെയ്ത് സർക്കാരിന് പ്രവേശന നടപടികൾ അടക്കം തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സർക്കാരിന് ഇക്കാര്യത്തിൽ ആശങ്കയൊന്നുമില്ല. പക്ഷേ ഇതിന്റെ മുഴുവൻ പാപഭാരവും അനുഭവിക്കേണ്ടി വരുന്നത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. ഒരു കാര്യം കൂടി അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന് സർക്കാരിന് അങ്ങ് തന്നെ സൂചിപ്പിച്ചതിൽ നിന്നാണ്. കാരണം ഒന്ന് സർക്കാരിന് ബോധമില്ലാതിട്ട് ചെയ്തതാണോ, അതോ ഈ അവസാന നിമിഷമായപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്നാൽ അതൊട്ട് നടക്കാനും പാടില്ല എന്ന് ആളുകളെ കാണിക്കാൻ വേണ്ടിയാണോ ഇത് ഇങ്ങനെ ചെയ്തത് എന്നാണ്, എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക? ഞാൻ അതിലേക്കാണ് പറഞ്ഞു വന്നത്. അതായത് ഈ CM-ന്റെ ഓഫീസിൽ, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫയൽ കെട്ടിക്കിടന്നത് മാസങ്ങളോളമാണ്. എന്തുകൊണ്ട് ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു സമയബന്ധിതമായ തീരുമാനമെടുത്തില്ല? CPI മന്ത്രിമാർ, അതായത് സ്വന്തം മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള CPI മന്ത്രിമാർ ഈ വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ട് പോലും ആ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് സർക്കാർ ഇത്ര തിടുക്കം പിടിച്ച നിലപാട് സ്വീകരിച്ചത് എന്ത് കാരണത്താലാണ്? പ്രസക്തമായ ചോദ്യമല്ലേ. ഈ സത്യം പറഞ്ഞാൽ ഈ നടപടിക്രമങ്ങൾ അടക്കം ഇത്രയും വൈകിപ്പിച്ചത് അങ്ങ് ചോദിച്ചതുപോലെ സർക്കാർ ഈ വലിയ ഒളിച്ചുകളി നടത്തിയത് കേരളത്തിലെ വിദ്യാർത്ഥികളെ ഇതര സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അന്യ സംസ്ഥാന വിദ്യാഭ്യാസ ലോബികളെ ഈ സർക്കാർ വലിയ രീതിയിൽ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിലുള്ള ഒരു ഒളിച്ചുകളി, ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ധൃതി പിടിച്ച ഈ ഇടപെടൽ നടത്തിയത് ഇതിനൊക്കെ വേണ്ടിയാണോ എന്നുള്ള പ്രസക്തമായ ചോദ്യമാണ് വരുന്നത്. ഇവിടെ അങ്ങടക്കം ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉന്നത വിദ്യാഭ്യാസ മേഖല സമാനതകളില്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. കേരളത്തിലെ 13 സർവകലാശാലകളിൽ 12 സർവകലാശാലകളിലും സ്ഥിരം VC മാറില്ല. 66 ഗവൺമെന്റ് കോളേജുകളിൽ 65 ഗവൺമെന്റ് കോളേജുകളിലും പ്രിൻസിപ്പാൾമാരില്ലാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. കേരള സർവകലാശാലയിൽ അങ്ങടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. സമാനതകളില്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് KSUവിന്റെ ഒരു സമരം സർവകലാശാല സെനറ്റ് ഹാളിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു. എന്തെന്ന് ചോദിച്ചാൽ 2500ഓളം ബിരുദാനന്തര സർട്ടിഫിക്കറ്റുകൾ അപ്ലൈ ചെയ്തിട്ട് വൈസ് ചാൻസലർ ഒപ്പിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇവർ തമ്മിലുള്ള ചേരിപ്പോരിന്റെ പുറത്ത് കേരളത്തിലെ വിദ്യാർത്ഥികൾ വലിയ പ്രതിസന്ധി, പ്രത്യേകിച്ച് കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ വലിയ പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സമീപകാലത്തെങ്ങും അവസാനിക്കാത്ത ഒരു വലിയ ഭരണ പ്രതിസന്ധിയാണ് ഈ ഗവൺമെന്റ് പോലൂടെ കേരള സർവകലാശാലയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. ഇവിടെ 42% വിദ്യാർത്ഥികളാണ് +2 ശേഷം ഉപരിപഠനത്തിനായി അന്യ സംസ്ഥാനങ്ങളിലേക്ക്, മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ ബ്രെയിൻ ഡ്രെയിൻ പ്രതിഭാസം ദൂരവ്യാപകമായ പ്രത്യാഘാതം കേരളത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള കണക്കുകൾ എന്ന് പറയാതെ വയ്യ. ഇന്നടക്കം ഞാൻ പരിശോധിച്ചപ്പോൾ മനസ്സിലായത്, ഈ ചർച്ചയ്ക്ക് മുമ്പായി കേരളത്തിലെ ബിരുദ കോഴ്സുകളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച, പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു പഠനം നടത്തിയപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത്തവണത്തെ പ്രവേശനമാണ്. അതിന്റെ കണക്കുകളാണ് ഞാൻ വ്യക്തമാക്കുന്നത്. കേരള സർവകലാശാലയിൽ ആകെ ബിരുദ സീറ്റ് എന്ന് പറയുന്നത് 35,821 സീറ്റുകളാണ്. ഇത്തവണ പ്രവേശനം നേടിയത് 21,847 വിദ്യാർത്ഥികൾ മാത്രമാണ്. അതായത് 13,974 വിദ്യാർത്ഥികൾ, 13,974 സീറ്റുകൾ കേരള സർവകലാശാലയിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇനി കേരളയിൽ നിന്ന് MGയിലേക്ക് വന്നാൽ ആകെ സീറ്റുകൾ 55,644 സീറ്റുകളാണ്. 25,292 സീറ്റുകളിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയത്. പ്രവേശനം നേടിയതിനേക്കാൾ അധികമാണ് ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകൾ. അതായത് 30,352 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കാലിക്കട്ടിൽ 92,501 സീറ്റുകളാണ് ആകെ സീറ്റുകളായിട്ടുള്ളത്. 59,935 സീറ്റുകൾ മാത്രമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ 92,501 സീറ്റുകൾ ആകെ ഉണ്ടെങ്കിൽ അവിടെ പ്രവേശനം നേടിയത് 59,935 വിദ്യാർത്ഥികൾ മാത്രമാണ് എന്ന് പറയുമ്പോൾ 32,566 വിദ്യാർത്ഥികളുടെ സീറ്റുകൾ, പ്രവേശന ഒഴിവുകൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതും ഏറ്റവും പ്രസക്തമാണ്. ഇനി ഒരു നിമിഷം കൂടി, അതായത് കണ്ണൂർ സർവകലാശാലയോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. അതായത് 23,149 സീറ്റുകളാണ് കണ്ണൂർ സർവകലാശാലയിൽ ഉള്ളത്. 14,489 സീറ്റുകളാണ്
പ്രവേശനം നേടിയത് 8660 സീറ്റുകൾ ഒഴിഞ്ഞെടുക്കുകയാണ്. ഞാൻ ഇത് പറഞ്ഞു വെച്ചത് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖല സമാനതകളില്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിയിലേക്ക് ഈ കീം വിഷയവുമായി ബന്ധപ്പെട്ട് കീമിൽ വിദ്യാർത്ഥികളെ പെരുവഴിയിലാക്കിയ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഇന്നലെ സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി മുതൽ അടുത്ത ദിവസങ്ങളിലായി ജില്ലാ കേന്ദ്രങ്ങളിലേക്കടക്കം KSU പ്രതിഷേധം വ്യാപിപ്പിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിഷയത്തിൽ രാജിവെക്കും വരെ അതിശക്തമായ സമര പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് KSU തീരുമാനം. കരിങ്കൊടി പ്രതിഷേധങ്ങൾ അടക്കം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ചടക്കം ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് പ്രതിഷേധ പരിപാടികൾ അടക്കം വരും ദിവസങ്ങളിൽ KSU ശക്തമാക്കുകയാണ്. വളരെ നന്ദി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് പ്രതികരിച്ചതിന്. നമുക്കറിയാം കൃത്യമായിട്ട് എഞ്ചിനീയറിംഗ് കോളേജുകൾ അടക്കം അവിടെ ആളുകൾ ഇല്ലാതെ MTech കോഴ്സുകൾ അടക്കം ഒഴിഞ്ഞു കിടക്കുന്ന വലിയ സാഹചര്യം ഈ കോളേജുകളിലെല്ലാം നിലനിൽക്കുന്നു. എല്ലാ വിഭാഗത്തിൽപ്പെട്ട കോളേജുകളിലും അത് നിലനിൽക്കുന്നു. എന്നാൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ പുറത്തുള്ള നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ കോളേജുകളിൽ ഇഷ്ടം പോലെ ആളുകളാണ് പോയി ഓരോ കോഴ്സിനും ചേരുന്ന സാഹചര്യം ഉള്ളത്. ഒരുപാട് പണം ബ്രെയിൻ ഡ്രെയിൻ അടക്കം അതുപോലെ പണത്തിൻ്റെ ഡ്രെയിൻ അടക്കം എല്ലാം നടക്കുന്നു എന്നുള്ളത് അങ്ങ് പറഞ്ഞ വളരെ കൃത്യമായ കാര്യങ്ങളാണ്. ഒരുപാട് നന്ദി ഞങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതിന്.